ഛത്തീസ്ഗഡ് വിവാദത്തിൽ കേരളത്തിൽ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശാനുസരണം ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിക്കും മുൻപ് ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപിക്കെതിരെ നടത്തുന്ന കള്ളപ്രചാരണങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ വ്യാപകമായ പ്രചരണമാണ് ബി.ജെ.പിക്ക് നേരെ നടക്കുന്നത്. സംഘടിതമായി നടക്കുന്ന ഈ പ്രചരണത്തിൽ വലിയ പ്രതിഷേധം ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ വ്യാപകമായ ഒരു പ്രചരണം സംഘടിതമായി ബി.ജെ.പിക്കെതിരെ ഒരു ആരോപണമായി ഈ അറസ്റ്റിനെ ചിത്രീകരിക്കുകയാണ്. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നതും പ്രതിപക്ഷത്തിലിരിക്കുന്ന ചില മതമേലധ്യക്ഷന്മാരെ കൂട്ടുപിടിച്ചാണ്. എന്താണ് ബി.ജെ.പി ഇതിൽ എടുക്കുന്ന നിലപാട്? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തോട് അടുത്ത് നിൽക്കുകയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു വളരെ കഴിഞ്ഞ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള പരിപാടികളിൽ നേരിട്ട് CBCയുടെ സെൻറ്ററിലെത്തി ക്രൈസ്തവർ ക്രിസ്മസിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തോട് ഭാരതീയ ജനതാ പാർട്ടി വളരെ അടുക്കുന്നു എന്നുള്ള ഒരു ആശങ്കയുള്ള ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു വലിയ മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ, തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്താൻ വേണ്ടിയിട്ടൊരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ആ സംഭവങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അത് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കാനും പ്രധാനമന്ത്രിക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള വലിയൊരു ശ്രമം തന്നെ നടന്നു വരികയാണ്. അപ്പോൾ ആ ശ്രമത്തെ ഭാരതീയ ജനതാ പാർട്ടി എന്ത് വില കൊടുത്തും ചെറുക്കും. പക്ഷേ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന സംഭവം, ആ വിഷയത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെറ്റും ശരിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വേണ്ട നടപടികൾ എടുക്കും. അതിന് അവർക്ക് എന്ത് നിയമസഹായവും തേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നെല്ലും പതിരും തിരിച്ചുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിട്ടാണ്, ഒരു ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും കന്യാസ്ത്രീകൾക്ക് അവരുടെ ഈ വരുന്ന വിഷയത്തിൽ നിയമോപദേശത്തിൻ്റെ എല്ലാ പരമാവധി സഹായങ്ങളും നമ്മൾ ലഭ്യമാക്കും. അവരോടൊപ്പം കൂടെയുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിലെ ഈ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആയുധമാക്കി കാണുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരാകട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആകട്ടെ, ഇതെല്ലാം രാഷ്ട്രീയമായി കാണുകയാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം ഇതിൽ കൃത്യമായി ഇടപെടുന്നുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം മറച്ചുവെക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പോലും ശ്രമിക്കുന്നത്. ഇത് ബി.ജെ.പിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ CBCയുടെ പത്രസമ്മേളനത്തിൽ അവർ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർജിയും ഭാരതീയ ജനതാ പാർട്ടിയുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും എത്രത്തോളം അവർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഈ സത്യങ്ങളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. ഇവരുടെ ഹിപ്പോക്രസി ഇന്ന് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ അവർ സമരപരിപാടികളുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് വലിയ ഹിപ്പോക്രസിയാണ് അവർ നടത്തുന്നത്. കാരണം എവിടേക്കാണോ കോൺഗ്രസ് ഭരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കർണാടകയുടെ ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എവിടെയാണോ ഭരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഇവിടുത്തെ ആദിവാസി സമൂഹമായിക്കൊള്ളട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ആദിവാസികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, SC വിഭാഗത്തിന് നേരിട്ടുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവത്തെ ഊതിപ്പെരുപ്പിച്ച് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത് ശുദ്ധ അല്പത്തരമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അല്പത്തരമാണ്. അതുകൊണ്ട് അങ്ങനെ കാണാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇതിനെ ഈ മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിനോട് ജനങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വില പോവില്ല എന്ന് അവർ തിരിച്ചറിയണം. ഇതിൽ രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെയും ബി.ജെ.പി നേരിടും. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും നേരിടും ഈ ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെ. പക്ഷേ അതേസമയം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടത്തിയിരിക്കുന്ന സംഭവത്തിൽ ഏതറ്റം വരെയും പോയി അതിൽ ഇടപെടാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അനൂപ് ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തെറ്റായ പ്രചരണം നടത്തി ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കുക എന്നത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന പ്രചരണ പരിപാടികളുടെ ലക്ഷ്യം എന്ന് വ്യക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ നിധിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.